പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്ത് നിന്നും ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. തിരുവനന്തപുരത്തെ വിവരങ്ങളും വിശേഷങ്ങളും ഇന്ന് ടി വി പ്രസാദ് പങ്കുവയ്ക്കും. തെക്കൻ കേരളത്തിലെ വാർത്താ സാധ്യതകളാണ് നമ്മൾ ആദ്യം പരിശോധിക്കുക. ടി വി പ്രസാദ് ഒരു മോഹൻലാൽ ഫാനാണോ? ഗുഡ് മോർണിംഗ്. ഞാൻ ഫാനല്ല, മോഹൻലാൽ ഫാനല്ല. മോഹൻലാലിന്റെ സിനിമ നല്ല ഇഷ്ടമാണ്. ഫാനൊക്കെ വെരി ഗുഡ്. അപ്പോൾ ഇത് എമ്പുരാന്റെ ഓളം കൊച്ചിയിലും കോഴിക്കോട്ടും ഒക്കെ നമ്മൾ കണ്ടു. തിരുവനന്തപുരത്ത് എന്താ അവസ്ഥ? തിരുവനന്തപുരത്ത് തന്നെയാണ് അരുൺ അവസ്ഥ. പുലർച്ചെ മുതൽ തന്നെ ആരാധകരുടെ നീണ്ട നിര ടാക്കീസുകളുടെ മുന്നിലെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ 9 മണിക്കുള്ള ഷോയുടെ ആളുകൾ 5 മണിക്ക് 6 മണിക്കൊക്കെ ടാക്കീസുകളിൽ എത്തിത്തുടങ്ങിയിട്ടുമുണ്ട്. വലിയ ഓളം തന്നെയാണ്, വലിയ തരംഗമാണ്. സമീപകാലത്ത് നമ്മൾ കണ്ട സിനിമാ റിലീസുകളിൽ ഏറ്റവും മുൻപന്തിയിൽ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് അരുൺ ഇത്തവണത്തെ ഈ എമ്പുരാനിലുള്ളത്. ഓക്കെ, ഇൻ്റർവെല്ലാണ്. ഇൻ്റർവെൽ സമയത്ത് നല്ല പ്രതികരണമാണ് കൂടുതലും വരുന്നത്. ആ സിനിമയെക്കുറിച്ച് ഒരു ഹോളിവുഡ് സ്റ്റൈലിലൊക്കെ നിർമ്മിച്ച സിനിമ എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നു. ഇനി അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ വരുന്ന മണിക്കൂറുകളിലേ അറിയത്തുള്ളൂ. എന്തായാലും രാവിലെ നല്ല തിരക്കാണ്. മൊത്തത്തിൽ കുറച്ച് നാളായിട്ട് തിയേറ്ററുകളൊക്കെ ഒന്ന് ഉറങ്ങിക്കിടക്കുകയായിരുന്നു, ഒന്ന് ഉണർന്നു അല്ലേ പ്രസാദ്? അതെ, ഉറപ്പായിട്ടും അരുൺ. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിനുശേഷമൊക്കെ വലിയ തിരിച്ചടി ഈ ഇൻഡസ്ട്രിക്ക് ഉണ്ടായി എന്നുള്ള ഒരു ആശങ്കയിലൊക്കെ നിൽക്കുമ്പോഴാണ് ഈ എമ്പുരാൻ്റെ ഒരു വരവ്. മാത്രമല്ല, കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ആ പടങ്ങളിൽ പകുതിയിലധികം സിനിമകളും അവരുടെ സാമ്പത്തിക മുതൽ പോലും കിട്ടാതെ പൊട്ടിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടെന്ന് കണക്കുകൾ വന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു സിനിമ വരുന്നത്. തീർച്ചയായും ഇങ്ങനെയൊരു സിനിമ വരുന്നത് എന്തായാലും അതൊരു ആവേശമുണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഒരിക്കലും നശിച്ചു പോകാൻ പാടില്ലാത്ത ഇൻഡസ്ട്രിയാണ് സിനിമാ വ്യവസായം എന്നുള്ളത്. എന്തായാലും ഇത്തരം സിനിമകൾ ഇതിന് പ്രചോദനമാകും. സിനിമാ ഇൻഡസ്ട്രി കൂടുതൽ സജീവമായി മുന്നോട്ട് വരും. പ്രസാദ്, എമ്പുരാൻ ഇറങ്ങിയെങ്കിലും തമ്പുരാൻ കനിഞ്ഞിട്ടില്ല നമ്മുടെ ആശാവർക്കർമാരുടെ കാര്യത്തിൽ. അപ്പോൾ ആശാവർക്കർമാരുടെ സമരം 47-ാം ദിവസത്തിലേക്കാണ്. 8ാമത്തെ ദിവസം നിരാഹാരം ഇരിക്കുന്നു. അംഗൻവാടി ജീവനക്കാരുടെ സമരം 11ാം ദിവസത്തിലേക്കാണ്. പതിവ് കാഴ്ചകൾക്കൊന്നും മാറ്റമില്ല അല്ലേ പ്രസാദ്? അത് തുടരുകയാണ്. അത് തമ്പുരാൻ കനിയാൻ കുറച്ച് സമയമെടുക്കുമെന്നാണ് തോന്നുന്നത് അരുൺ. കാരണം ഒരു ചർച്ചയ്ക്കുള്ളൊരു സാധ്യതയും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. 1.5 മാസം പിന്നിടുന്ന ആശാവർക്കർമാരുടെ സമരം, അവരുടെ നിരാഹാര സമരവും ഒരാഴ്ച പിന്നിടുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെയാണ് അംഗനവാടിക്കാരുടെ സാഹചര്യവും. അംഗനവാടിക്കാരുടെ സമരം 11ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഏതാണ്ട് ആദ്യത്തെ റൗണ്ട് ട്രിപ്പ് കഴിഞ്ഞ് വീണ്ടും തിരുവനന്തപുരം ജില്ലയാണ് ഇന്ന് സമരം ചെയ്യുന്നത്. അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളവർ റിലേ എന്ന പോലെ ഓരോ ദിവസമായി ഇരുന്നിട്ടാണ് പോകുന്നത്. വീണ്ടും 2ാമത്തെ ഘട്ടത്തിലേക്ക് എത്തുന്നു. 11ാമത്തെ ദിവസം തിരുവനന്തപുരമാണ് വീണ്ടും സമരപ്പന്തലിലേക്ക് എത്തുന്നത്. എന്തായാലും രണ്ടുപേരുടെയും ആവശ്യങ്ങൾ ന്യായമാണ്. ഇന്നലെ ഇപ്പോൾ പുതുച്ചേരി സർക്കാർ അവരുടെ ഇൻസെൻറ്റീവ് 8,000 രൂപ കൂട്ടിയത് വലിയ ആവേശമായിട്ട് കേരളത്തിൽ പറന്ന് നടക്കുന്നുണ്ട്. പക്ഷേ അത് കണക്കിൽ മറ്റൊരു തരത്തിലാണ്. ആകെ 321 പേരെങ്ങാനും മാത്രമാണ് പുതുച്ചേരിയിലുള്ളത്. ഇവിടെയാണെങ്കിൽ 26,000 ആശമാരുണ്ട്. എന്തായാലും അവരങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല, ഇനിയിപ്പോൾ ഈ ആശമാരുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷയുള്ള ഒരു വാർത്ത അത് നമ്മുടെ ഡൽഹിയിൽ നിന്ന് ഇന്നിപ്പോൾ വരാനുണ്ട്. അത് ആശമാർക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു വാർത്തയാണ്. അതുപോലെ തന്നെ അംഗനവാടി ജീവനക്കാരുടെ പ്രശ്നവും പരിഹരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്നലെ സാംസ്കാരിക നായകരുൾപ്പെടെ വലിയൊരു ജനക്കൂട്ടം സമരപ്പന്തലിലെത്തി അവർക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ടായിരുന്നു അരുൺ. ഓക്കെ, താങ്ക് യു ടി വി പ്രസാദ്. കാര്യങ്ങൾ ഉഷാറാവട്ടെ. തിരക്കൊക്കെ ഒഴിയുമ്പോൾ ഒന്ന് ജോലിയുടെ ഇടയിൽ നിന്ന് എമ്പുരാനൊക്കെ പോയി കണ്ടിട്ട് വരണം. ഉറപ്പായിട്ടും നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് കാര്യമായിട്ട് മറ്റ് വാർത്തകൾ ഉണ്ടായിരുന്നില്ല. നമ്മുടേതായ ബ്രേക്കിംഗ് വാർത്തകൾ ഒരുപാടുണ്ട്. അതല്ലാതെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇന്ന് രാവിലെ കൊല്ലത്ത് നിന്ന് 6 മണിയാകുമ്പോൾ ദിലീപിൻ്റെ ലൈവ് ഒരാളെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു. തോട്ടയെറിഞ്ഞ് പിന്നീട് കൂടം കൊണ്ട് കാലിലടിച്ച് വെട്ടിക്കൊന്നു. തീർന്നില്ല. ഇപ്പോൾ അല്പസമയം മുമ്പ് അശ്വിൻ തന്നിട്ടുള്ളൊരു വാർത്തയുണ്ട്. തിരുവനന്തപുരത്ത് UDF നേതാവിന് DYFI നേതാവിനെതിരെ ലഹരി സംഘത്തിൻ്റെ ആക്രമണം. നമ്മുടെ പ്രവീണിൻ്റെ പത്തനംതിട്ടയിലാണെങ്കിൽ ATM മോഷ്ടിക്കാനുള്ള ശ്രമം. എൻ്റെ അരുൺ രാവിലെ മുതൽ തന്നെ ക്രിമിനൽ വാർത്തകൾ കൊണ്ട് പൊളയുകയാണ്. എമ്പുരാനിലേക്ക് വയലൻസ് എന്ത് അല്ലേ, അല്ലെങ്കിൽ മാർക്കോയിലേക്ക് വയലൻസ് എന്ത്, നമ്മുടെ നാട്ടിലെ വയലൻസുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ശരിയാണ് ടി വി പ്രസാദ് പറഞ്ഞത്. ഇന്നിപ്പോൾ രാവിലെ തന്നെ നമ്മൾ വാർത്ത വായിക്കേണ്ടി വന്നത് കാലുകൊണ്ട് കൂടത്തിന് അടിച്ച് തകർത്ത വാർത്തയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അത് സിനിമയിലല്ല, റിയൽ ലൈഫിലാണ് എന്നുള്ളതാണ്. റീലിൽ വേറെ വയലൻസ്, റിയൽ ലൈഫിൽ വേറെ വയലൻസ്.